ഒരു സിക്ക് ഡേ വ്ലോഗ് കണ്ടാലോ? രാവിലെ എനിക്കിപ്പോൾ തന്നെ നല്ല പനിയുണ്ടായിരുന്നു, സൗണ്ടും തീരെയില്ല. ഇൻചാർജിനെ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ് ഇതുപോലെ വയ്യ, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആൾ സിക്ക് ലീവ് എടുത്തോളാൻ പറഞ്ഞു. നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നതുകൊണ്ട് തന്നെ വേറെ സ്റ്റാഫിനെ അറേഞ്ച് ചെയ്യണമല്ലോ, അതിനെന്തായാലും ടൈം കിട്ടി. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ കൺസൾട്ടേഷനും വേഗം കഴിഞ്ഞു, മെഡിസിനും വേഗം കിട്ടി. അങ്ങനെ നല്ല വെയിലത്താണ് ഞാൻ നടന്നു വരുന്നത്. പോയപ്പോഴും നല്ല വെയിൽ തന്നെ ഉണ്ടായിരുന്നു, വന്നപ്പോൾ അതിലും കൂടുതലുണ്ടായിരുന്നു. കുടയൊന്നും എടുത്തിട്ടുണ്ടായില്ല. ഒരു 2 ദിവസം സിക്ക് ലീവ് മേടിക്കേണ്ടതിന് പകരം അവർ തന്ന ഒരു ദിവസത്തെ സിക്ക് ലീവായിട്ടാണ് ഞാൻ റൂമിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ വന്നിരുന്ന ടാബ്ലറ്റ്സൊക്കെ ഏതാണെന്നും എപ്പോഴൊക്കെ കഴിക്കേണ്ടതെന്ന് ചെക്ക് ചെയ്തു. ഫീവറാണല്ലോ എങ്കിൽ പിന്നെ കഞ്ഞി മേടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു കഞ്ഞി ഓർഡർ ചെയ്ത് അത് വരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. പിന്നെ അതിൽ അടുക്കി വെച്ചിരിക്കുന്നതെല്ലാം കഞ്ഞിക്ക് വന്ന കറികളായിരുന്നു. പയറുണ്ടായിരുന്നു, 2 തരം പിക്കിൾസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഉണക്കമീൻ ഫ്രൈ ഉണ്ടായിരുന്നു, ചമ്മന്തി ഉണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് പയറുകഞ്ഞിയായിരുന്നു. അതിൻ്റെ ഒപ്പം എനിക്കൊരു പായസം കൂടെ കിട്ടി. അതിൽ 1-2 കറി കൂട്ടി മാത്രമാണ് ഞാൻ കഴിച്ചത്. എനിക്കധികം കറിയൊന്നും കഴിക്കാൻ തോന്നിയില്ല, പനിയാണല്ലോ നമുക്ക്. അങ്ങനെ കഞ്ഞിയും കുടിച്ച് ടാബ്ലറ്റ്സ് എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നേസൽ ഡ്രോപ്സ് ഒഴിക്കാൻ എനിക്കൊരാളെ കിട്ടിയത്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെയും കൊണ്ട് ഞാൻ നേസൽ ഡ്രോപ്സ് ഒഴിപ്പിക്കുന്നതാണ് ഈ കാണുന്നത്. ആൾക്കും കുറച്ച് കഴിഞ്ഞ് നേസൽ സ്പ്രേ അടിക്കണം എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ചെയ്ത് കൊടുത്തു. അപ്പം അത്രേ ഉള്ളൂ, ബൈ.